ഹെലീൻ ഹാൻസ്റ്റെങ്കൽ അത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. അങ്ങനെ അവന്റെ ജീവൻ രക്ഷിച്ചു. പൈജാമയും നീല ഡ്രസ്സിംഗ് ഗൗണും ധരിച്ച് 1923 നവംബർ 11 അവൻ അറസ്റ്റിലായി. നാസി പാർട്ടിയുടെയും തന്റെ നേതൃത്വത്തിന്റെയും അവസാനമാണിതെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. 1924 അവനും ഏണസ്റ്റ് റോമും ജനറൽ ലുഡൻഡോർഫും മ്യൂണിക്കിൽ രാജദ്രോഹ കുറ്റത്തിന് വിചാരണ നേരിട്ടു. നാസി പാർട്ടിയുടെ തലവൻ വിചാരണയെ തന്റെ പരാജയത്തെ ഒരു വിജയമായി അവതരിപ്പിക്കാനും തന്നെ പിതൃഭൂമിയുടെ രക്ഷകനായി ചിത്രീകരിക്കാനുമുള്ള ഒരു വേദിയായി ഉപയോഗിച്ചു. ഹിറ്റ്ലർ എപ്പോഴും സദസ്സിനു മുന്നിൽ അവസരത്തിനൊത്ത് ഉയർന്നു. ചില ന്യായാധിപതിമാർ തന്റെ ലക്ഷ്യത്തോട് അനുഭാവം പുലർത്തുമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അവരെല്ലാവരും മനസ്സില്ലാതെയാണ് റിപ്പബ്ലിക്കിനെ സേവിച്ചിരുന്നത്. വിചാരണകാലത്തെ അവന്റെ പ്രസംഗങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഹിറ്റ്ലർ അതൊരു പ്രചാരണ മാധ്യമമായി ഉപയോഗിച്ചു. അത് പൂർണ്ണമായും വിജയിച്ച ഒരു പദ്ധതിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ വിചാരണയുടെ താലമായി മാറി. ഒടുവിൽ ഹിറ്റ്ലർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. പക്ഷേ അവന്റെ പ്രകടനങ്ങൾ അവനെ ജർമ്മനിയിലുടനീളം പ്രശസ്തനാക്കി. ഇവിടെയാണ് ഹിറ്റ്ലർ തികച്ചും സുഖപ്രദമായ സാഹചര്യങ്ങളിൽ തന്റെ തടവുകാലം ആരംഭിച്ചത്. ലാൻഡ്സ്ബർഗ് ഒരു 5 സ്റ്റാർ ജയിലായിരുന്നു. നാസി പാർട്ടിയുടെ നേതാവിന് ജർമ്മനിയുടെ എല്ലാ ഭാഗത്തു നിന്നും സമ്മാനപ്പൊതികൾ ലഭിച്ചു. അവനെ ബഹുമാനപ്പെട്ട തടവുകാരൻ എന്നറിയപ്പെട്ടു. ബഹുമാനം നൽകപ്പെട്ടു. എപ്പോൾ വേണമെങ്കിലും സന്ദർശകരെ അനുവദിച്ചു. അക്കാലത്ത് ബവേറിയ വളരെ വലതുപക്ഷ ചിന്താഗതിയുള്ളതായിരുന്നു. സർക്കാർ തങ്ങളുടെ തടവുകാരനോട് വളരെ ദയ കാണിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് തടവുകാരന് ഇതേ സാഹചര്യങ്ങൾ ലഭിക്കുമായിരുന്നില്ല. കാര്യങ്ങൾ കൂടുതൽ കഠിനമാകുമായിരുന്നു. ജയിലിലായപ്പോൾ ഹിറ്റ്ലർക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. തന്റെ ആശയങ്ങളെ ഒരു രാഷ്ട്രീയ പരിപാടിയിലേക്ക് സമന്വയിപ്പിച്ച് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. സഹതടവുകാരനായ റൂഡോൾഫ് ഹെസിന്റെ സഹായത്തോടെ അവൻ മൈൻ ക്യാമ്പ് എന്റെ പോരാട്ടം എന്ന് എഴുതി. അതിൽ അവനെ ഒരു നായകനായി അവതരിപ്പിച്ച കൂടുതലും കാൽപ്പനികവൽക്കരിച്ച ഒരു ആത്മകഥയായിരുന്നു അത്. തന്റെ സെല്ലിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു അത്. തന്റെ പുസ്തകത്തിൽ ഹിറ്റ്ലർ തന്റെ തീവ്ര ദേശീയവാദപരമായ വാദങ്ങൾ വികസിപ്പിച്ചു. ജർമ്മൻ വംശത്തിന്റെ മേധാവിത്വത്തിൽ ഊന്നൽ നൽകി. അവന്റെ അഭിപ്രായത്തിൽ യഹൂദന്മാർ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട അധമ മനുഷ്യരായിരുന്നു. മൈൻ ക്യാമ്പിൽ യഹൂദന്മാർ പരാന്നജീവികളാണ്, രോഗാണുക്കളാണ്, കീടങ്ങളാണ്. അവർ ഈ ഭൂമിയിൽ തികച്ചും ഉപയോഗശൂന്യരാണ്, വാസ്തവത്തിൽ ഹാനികരവുമാണ്. ജർമ്മനിയിലും ഓസ്ട്രിയയിലും യഹൂദ വിരുദ്ധത പുതിയതായിരുന്നില്ല. പക്ഷേ അത് ഹിറ്റ്ലറോടെ അതിന്റെ പാരമ്യത്തിലെത്തി. യഹൂദർക്ക് വേണ്ടി താൻ വിഭാവനം ചെയ്യുന്ന വിധിയെ സൂചിപ്പിക്കാൻ ഹിറ്റ്ലർ മൈൻ ക്യാമ്പിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇത് ജർമ്മനിൽ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നശിപ്പിക്കുക, കൊല്ലുക എന്നതിൻ്റെ പര്യായമാണ്. ആര്യൻ വംശത്തിൻ്റെ പ്രാഥമികതയെക്കുറിച്ചുള്ള അവൻ്റെ സിദ്ധാന്തമായിരുന്നു അവൻ്റെ വിദേശ നയത്തെ നിർണയിച്ചത്. ജർമ്മനി ആദ്യം ജർമ്മൻ ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളെയും പുനഃസംഘടിപ്പിക്കണം. എന്നിട്ട് അത് ഫ്രഞ്ച് സൈന്യത്തെ നശിപ്പിച്ചതിന് ശേഷം റഷ്യയിലേക്ക് വ്യാപിക്കും. ആ ഏതാനും വരികളിൽ അവൻ 2ാം ലോക മഹായുദ്ധം പ്രവചിച്ചതായി തോന്നി. ജർമ്മൻകാർ ഈ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജർമ്മൻ രാഷ്ട്രം വംശനാശം സംഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് ആ പുസ്തകം. അന്നു മുതൽ ഹിറ്റ്ലർ പുതിയ മനോഭാവമുള്ള ഒരു പുതിയ മനുഷ്യനായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ താൻ രാഷ്ട്രത്തിന്റെ രക്ഷകനാണെന്ന് അവന് ബോധ്യപ്പെട്ടു. 1924 ഡിസംബർ 20 അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ശിക്ഷയുടെ 13 മാസം മാത്രം പൂർത്തിയാക്കി ജയിലിൽ നിന്ന് മോചിതനായി. വീണ്ടും ഉത്തേജകഭരിതനായി അവൻ ജർമ്മനിയെ വീണ്ടും കീഴടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ അവനത് ചെയ്യാൻ പോകുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെയായിരുന്നു. ജനാധിപത്യത്തെ തന്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാമെന്നും എന്നിട്ട് അതിനെ ഒഴിവാക്കാമെന്നും അവന് വ്യക്തമായി തോന്നി. 1929 ഒക്ടോബർ 5 ഹിറ്റ്ലർ താൻ താമസിച്ചിരുന്ന തീർഷ്ട്രാസയിലെ വാസസ്ഥലം ഉപേക്ഷിച്ച് മ്യൂണിക്കിലെ പ്രിൻസ് രഗന്റൻ പ്ലാച്ചിലുള്ള ഒരു ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. 12 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ഫ്ളാറ്റിലും പിന്നീട് 50 ചതുരശ്ര മീറ്ററുള്ള ഒന്നിലും ജീവിച്ച ശേഷം അവനിപ്പോൾ 400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 9 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് അതൊരു പോലീസ് സ്റ്റേഷനാണ്. ചില പ്രധാന ജർമ്മൻ സമ്പന്നരുടെ പിന്തുണയില്ലാതെ അവൻ ഇത്രയൊന്നും ഉയരില്ലായിരുന്നു. തന്റെ അനുയായികളിൽ നിന്നും ചില സമ്പന്ന വ്യക്തികളിൽ നിന്നും വർദ്ധിച്ചുവരുന്ന സംഭാവനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർക്ക് ആ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ കഴിഞ്ഞു. തന്റെ പുസ്തകമായ മെയിൻ ക്യാമ്പിൽ നിന്ന് അവന് റോയൽ ടീം ലഭിക്കുന്നുണ്ടായിരുന്നു. തന്റെ സാമ്പത്തിക പിന്തുണയ്ക്കാർക്ക് നന്ദി. ഒരു വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിക്കാൻ ആവശ്യമായ ഗണ്യമായ ഫണ്ട് ഇപ്പോൾ അവന്റെ പക്കലുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഇത് ആദ്യമായിരുന്നു. നാസി പാർട്ടിയുടെ നേതാവ് വിമാനത്തിൽ മാത്രമാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് ഒരു ദിവസം 4 റാലികൾ വരെ നടത്താൻ അവനെ സഹായിച്ചു. ഹിറ്റ്ലർ ഒരു പ്രധാന രാഷ്ട്രീയ കളിക്കാരനായി മാറി.
ജർമ്മൻ മാധ്യമങ്ങൾ എല്ലായിടത്തും അവനെ പിന്തുടർന്നു. മാധ്യമങ്ങളെ ബോധപൂർവം ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രീയക്കാരനായിരുന്നു ഹിറ്റ്ലർ. അവൻ തന്റെ പ്രസംഗങ്ങൾ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വിറ്റു. തന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവരിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയക്കാരനും അവനായിരുന്നു. ആ വരുമാനം അവൻ തന്റെ പാർട്ടിക്ക് ധനസഹായം നൽകാൻ ഉപയോഗിച്ചു. തന്റെ പ്രസംഗങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾക്കുമേൽ വാഗ്ദാനങ്ങൾ നൽകി. ഞങ്ങൾ ജർമ്മനിയെ മഹത്തരമാക്കും. 37% തൊഴിലില്ലായ്മയുള്ളപ്പോൾ ഞങ്ങൾ ജർമ്മനിയെ തിരികെ ജോലിയിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ വെഴ്സൈൽസ് ഉടമ്പടി പുനഃപരിശോധിക്കാൻ പോകുന്നു. ജർമ്മനിയിലെ മറ്റു 32 രാഷ്ട്രീയ പാർട്ടികളെയും അവർ നിരോധിക്കുമെന്ന് അവൻ വ്യക്തമാക്കി. പക്ഷേ ഇതുപോലും ജർമ്മൻ പൊതുജനങ്ങളെ അത്രയൊന്നും ഞെട്ടിച്ചതായി തോന്നിയില്ല. 1920കളുടെ അവസാനത്തിൽ നാസി പാർട്ടിക്ക് വെറും 3% വോട്ട് മാത്രമേ ലഭിച്ചിരുന്നെങ്കിലും 1930-ൽ ഇത് 20%-ആയി ഉയർന്നു. തുടർന്ന് 1932 ജൂലൈ 31-ന് നാസികൾ പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറി. 1929-ലെ മഹാമാന്ദ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നു. ഏകദേശം 7 ദശലക്ഷം ജർമ്മൻകാർ തൊഴിലില്ലാത്തവരായിരുന്നു. രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള നഷ്ടപരിഹാരം നൽകാൻ പാടുപെടുകയായിരുന്നു. ആ പരാജയത്തെക്കുറിച്ചുള്ള ജർമ്മൻ ജനതയുടെ കൈപ്പര ആരുമകളെ ഇളക്കിവിടാൻ എളുപ്പമായിരുന്നു. ദാരിദ്ര്യം സഹിക്കാനാവാത്തതുകൊണ്ടാണ് ഞാൻ ഹിറ്റ്ലർക്ക് വോട്ട് ചെയ്തതെന്ന് ഒരാൾ പിന്നീട് ഓർത്തു. അപ്പവും ജോലിയും വാഗ്ദാനം ചെയ്ത ഒരു പാർട്ടി വന്നു. അതിനാൽ അയാൾ അവരോടൊപ്പം ചേർന്നു. 1933 ജനുവരി 30-ന് ഹിറ്റ്ലർ തന്റെ ലക്ഷ്യം നേടി. അവൻ ചാൻസലറായി. ബേവേറിയയിൽ നിന്നുള്ള ആ ചെറിയ കുഴപ്പക്കാരൻ ജർമ്മനിയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി മാറിയിരുന്നു. അവന്റെ ശേഷിക്കുന്ന തടസ്സം റൈക്കിന്റെ പ്രസിഡന്റായ പോൾ വോൺ ഹിൻഡൻബർഗ് ആയിരുന്നു. അധികാരത്തിൽ വന്നയുടനെ ഹിറ്റ്ലർ ഒരു സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാൻ ഒട്ടും സമയം കളഞ്ഞില്ല. 1933 ഫെബ്രുവരി 28-ന് ജർമ്മൻ പാർലമെന്റായ റൈക്സ്ടാഗിന് തീയിട്ടതുകൊണ്ടാണ് ഇതെല്ലാം ആരംഭിച്ചത്. അതെങ്ങനെയാണ് ആരംഭിച്ചത് എന്നതിപ്പോഴും ഊഹാപോഹങ്ങളുടെ വിഷയമാണ്. ഹിറ്റ്ലറും നാസികളും അതൊരു കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അത് ഉപയോഗിച്ചുവെന്നത് സത്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു കാരണമായി അവർ അത് ഉപയോഗിച്ചു. റൈക്സ്ടാഗ് തീപിടുത്തത്തിന് ശേഷം അവർ കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല, പ്രധാന പൗര അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ അവർ ഹിൻഡൻബർഗിനെ നിർബന്ധിച്ചു. വാസ്തവത്തിൽ ആ ഉത്തരവ് 1945 മെയ് 8 വരെ ഏതെങ്കിലും രൂപത്തിൽ നിലനിന്നു. ഹിറ്റ്ലർ അവിടെ നിർത്തിയില്ല. അവൻ റിപ്പബ്ലിക്കിന്റെ സ്ഥാപനങ്ങളെ തകർത്തു, പത്രങ്ങളെ സെൻസർ ചെയ്തു. 1933 മാർച്ച് 24-ന് മന്ത്രിസഭയ്ക്ക്, അതായത് ഹിറ്റ്ലർക്ക് പാർലമെന്റിനെ ഉൾപ്പെടുത്താതെ 4 വർഷത്തേക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന എനേബിളിംഗ് ആക്ട് അവൻ പാസാക്കി. ആ നിമിഷം മുതൽ അതൊരു ഏകാധിപത്യ ഭരണകൂടമായി. തുടർന്നുള്ള മാസങ്ങളിൽ മറ്റെല്ലാ പാർട്ടികളും ഒന്നുകിൽ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാക്കാൻ നിർബന്ധിതമാവുകയോ ചെയ്തു, നാസി പാർട്ടി ഒഴികെ. അതേസമയം ഭരണത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ പാർപ്പിക്കാൻ ഡാഷുവിലെ ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിന്റെ കവാടങ്ങൾ തുറന്നു. അധികാരത്തിൽ സുരക്ഷിതമായിരിക്കെ ഹിറ്റ്ലർക്ക് ഒരാശയം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: ജർമ്മനിയെ എക്കാലത്തെയും മഹത്തായ രാഷ്ട്രമാക്കി മാറ്റുക. അവൻ രാജ്യത്തെ ഒരു വലിയ നിർമ്മാണ സ്ഥലമാക്കി മാറ്റി. റെയിൽവേകളും ഹൈവേകളും നിർമ്മിച്ചു. തൊഴിലില്ലാത്തവർക്ക് ജോലി നൽകി സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക. എന്നിട്ട് നാസിസം ഒരു മധ്യകാല ഭരണകൂടമല്ല, മറിച്ച് ആധുനികതയുടെയും ജർമ്മൻ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമാണെന്ന് കാണിക്കുക. പൊതുമരാമത്ത് ജോലികൾ സൈനിക ലക്ഷ്യങ്ങളോടെയാണ് നടത്തിയത്. ഹൈവേകൾ സൈന്യത്തിനും അതിന്റെ ടാങ്കുകൾക്കും രാജ്യത്തുടനീളം വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും. കാരണം ഏകാധിപതിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. ഹിറ്റ്ലർ അധികാരത്തിൽ വരുമ്പോൾ അവൻ ഉടനെ ഒരു യുദ്ധത്തിന് പദ്ധതിയിടുന്നു. താൻ ഒരു പുതിയ യൂറോപ്യൻ യുദ്ധം നടത്താൻ പോകുന്നുവെന്ന് സൈനിക ജനറൽമാരോട് അവരുടെ പിന്തുണ നേടാൻ അവൻ പറയുന്നു. ആദ്യം അവന് എസ്എയെ ഒഴിവാക്കേണ്ടി വന്നു. ഭരണകൂടത്തിനുള്ളിലെ ഒരു ഭരണകൂടമായി പ്രവർത്തിച്ചിരുന്ന, സ്ഥിരം വിപ്ലവത്തെ വാദിച്ചിരുന്ന ആക്രമണ വിഭാഗങ്ങളായിരുന്നു അവർ. പുതിയ ജർമ്മൻ സൈന്യത്തിന്റെ തലപ്പത്തെത്തുക എന്നതായിരുന്നു എസ്എയുടെ ആത്യന്തിക ലക്ഷ്യം. അവർ സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ആഗ്രഹിച്ചു. എന്നാൽ പരമ്പരാഗത ഉദ്യോഗസ്ഥർ ഈ താഴ്ന്ന വർഗക്കാർക്ക് ഇടം നൽകാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ഫ്യൂറർ എസ്എയെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ യുദ്ധത്തിനായുള്ള തന്റെ പദ്ധതികൾ പരാജയപ്പെടുമെന്ന് അവൻ കണ്ടു. ഇത് ബാഡ് വീസെ എന്ന പട്ടണമാണ്. 1934 ജൂൺ 30-ന് ഹിറ്റ്ലർ 100ഓളം എസ്എ നേതാക്കളെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. തങ്ങളൊരു കോൺഫറൻസിൽ പങ്കെടുക്കാനും കുറച്ചു ദിവസം അവധിയെടുക്കാനുമാണ് പോകുന്നതെന്ന് അവർ കരുതി. എന്നാൽ ഹിറ്റ്ലർ ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എസ്എ മേധാവികൾക്കായി ഹിറ്റ്ലർ ഒരു കെണിയൊരുക്കി. അവരെല്ലാം അതിൽ കുടുങ്ങി. അടുത്ത ദിവസങ്ങളിൽ അവരെയെല്ലാം ഒഴിവാക്കാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചു. എസ്എയുടെ തലവനായ ഏർണസ്റ്റ് റോമിനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചു.
അവനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു റോം. രാവിലെ 6:45 ഹിറ്റ്ലർ കയ്യിൽ തോക്കുമായി ഈ പടികൾ കയറി ഏർണസ്റ്റ് റോമിന്റെ മുറിയിലേക്ക് പോയി. അവൻ വാതിൽ തുറന്ന് തോക്ക് അവന് നേരെ ചൂണ്ടി പറഞ്ഞു, "റോം, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു." റോമിനെയും ഹോട്ടലിലെ അതേ നിലയിലുണ്ടായിരുന്ന മറ്റെല്ലാ SA നേതാക്കളെയും ഹിറ്റ്ലറുടെ പേഴ്സണൽ ബോഡിഗാർഡ് അവിടെ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അറസ്റ്റുകൾ കനത്തതായിരുന്നു. കാര്യങ്ങൾ അക്രമാസക്തമാവുകയാണെങ്കിൽ ഹിറ്റ്ലർ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ എല്ലാ SA മേധാവികളെയും മ്യൂണിക്കിലും ബെർലിനിലുമായി നിഷ്കരണം കൊലപ്പെടുത്തി. SA ഒഴിവാക്കിയതോടെ ഏകാധിപതിക്ക് രാജ്യം ഭരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരു മാസത്തിനു ശേഷം പോൾ വോൺ ഹിൻഡൻബർഗ് മരിച്ചു. റൈക്കിന്റെ പ്രസിഡന്റിന് മാത്രമേ അവനെ പുറത്താക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഹിറ്റ്ലർ പ്രസിഡന്റിന്റെ ചുമതലകളും ഏറ്റെടുത്തു. അതായത്, ഇപ്പോൾ അവന് പരമാധികാരവും സായുധസേനയുടെ തലവനുമായിരുന്നു. അന്നുമുതൽ അവന്റെ പ്രധാന ലക്ഷ്യം ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനായി ജർമ്മനിയെ പുനരായുധീകരിക്കുക എന്നതായിരുന്നു. 1918 പരാജയത്തിന് ശേഷം ഏകാധിപതി ഒരു പ്രതികാരത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. ഹിറ്റ്ലർ യുദ്ധത്തിൽ അഭിരമിച്ചു. അത് അവന്റെ രാഷ്ട്രീയ പരിപാടിയുടെ അടിസ്ഥാനമായിരുന്നു. അതോടൊപ്പം ഒരു മൂല്യവും കൂടിയായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സൈനിക വിജയത്തിലൂടെ മാത്രമേ ജർമ്മനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. അവൻ തന്റെ യുദ്ധക്കൊതിയുള്ള ഉദ്ദേശങ്ങൾ ലോകത്തിൽ നിന്ന് മറച്ചുവെച്ചു. 1935 സെപ്റ്റംബർ 28 ഹിറ്റ്ലർ അവിടെ ഒരു യു-ബോട്ട് സന്ദർശിക്കുകയായിരുന്നുവെന്ന് ജർമ്മൻ നേവി മ്യൂസിയം അവകാശപ്പെട്ടു. എന്നാൽ ആ ഫോട്ടോ ഒരു മാസം മുമ്പാണ് എടുത്തതെന്ന് ഇപ്പോൾ നമുക്കറിയാം. വസ്തുതയിൽ സെപ്റ്റംബർ 28 അവൻ റൂർ മേഖലയിലെ ക്രൂപ്പ് AGയിലായിരുന്നു. ഈ വ്യവസായ ഗ്രൂപ്പ് ഉരുക്ക് നിർമ്മാതാക്കളായിരുന്നു. എന്നാൽ എല്ലാറ്റിനും ഉപരിലായി ആയുധങ്ങളുടെയും. വേഴ്സൈൽസ് ഉടമ്പടി രാജ്യത്തെ പുനരായുധീകരിക്കുന്നത് നിരോധിച്ചതിനാൽ ഹിറ്റ്ലർ തികച്ചും രഹസ്യമായി പലതവണ അവിടം സന്ദർശിച്ചു. താൻ പദ്ധതിയിട്ടിരുന്നത് മറച്ചുവെക്കാനുള്ള ഫ്യൂററുടെ ഉദ്ദേശങ്ങളുടെ പല ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ഇത്. ഒരു വർഷത്തിനു ശേഷം ശത്രുത ആരംഭിക്കാൻ സമയമായെന്ന് അവൻ തീരുമാനിച്ചു. 1936 മാർച്ച് 7 ആദ്യത്തെ നിർണായക ചുവടുവെപ്പ്. 1918 പരാജയത്തിന് ശേഷം സൈനികവൽക്കരിക്കപ്പെടാത്ത ജർമ്മൻ പ്രദേശമായ റൈൻലാൻഡിലേക്ക് അവൻ സൈനികരെ അയച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഗണ്യമായ ഒരു അപകട സാധ്യത ഏറ്റെടുക്കുകയായിരുന്നു. ഇത് ചെയ്യുന്നതിലൂടെ അവൻ വേഴ്സൈൽസ് ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. അതുവഴി ഉടമ്പടിയിൽ ഒപ്പിട്ടവരുടെ സൈനിക ഇടപെടലിന് സ്വയം അപകടത്തിലാക്കുകയായിരുന്നു. എന്നിരുന്നാലും ഫ്രാൻസോ ഗ്രേറ്റ് ബ്രിട്ടനോ പ്രതികരിച്ചില്ല. ലക്ഷ്യങ്ങളിൽ നിന്നും ഒന്നും വ്യതിചലിക്കാൻ കഴിയാത്ത ഫ്യൂററിന് ഇത് ആദ്യ വിജയമായിരുന്നു. ഹിറ്റ്ലറുടെ അനുയായികൾ ഇതിനെ തികഞ്ഞ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അവൻ രാജ്യത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. അതിന്റെ അതിർത്തികളുടെ നിയന്ത്രണം സൈനികാർത്ഥത്തിൽ തിരിച്ചുപിടിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ 1938 മാർച്ച് 12 ജർമ്മനി ഓസ്ട്രിയയെ പിടിച്ചടക്കിയതോടെ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ജർമ്മൻ സംസാരിക്കുന്ന ജനതയെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഓസ്ട്രിയയെ കീഴടക്കിയ ശേഷം അദ്ദേഹം അടുത്ത ലക്ഷ്യമായി ചെക്കോസ്ലോവാക്കിയെ കണ്ടു. മെയിൻ കാംപ് അഥവാ എന്റെ പോരാട്ടം അല്ലെങ്കിൽ എന്റെ യുദ്ധം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ പോരാട്ടം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സ്വന്തം ജനതയുടെ മരണം പോലും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തി. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലൊന്നായിരുന്നു ആ യുദ്ധം. അധികാരത്തിൽ വന്ന ശേഷം ഹിറ്റ്ലർ തുടർച്ചയായ വിജയങ്ങൾ നേടി. യുദ്ധമാഗ്രഹിച്ചത് ഹിറ്റ്ലർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളോ സഹപ്രവർത്തകരോ അതിനോട് യോജിച്ചിരുന്നില്ല. താനൊരു സൈനിക പ്രതിഭയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സൈനിക പരിശീലനമില്ലാതിരുന്നിട്ടും യൂറോപ്പിനെ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹരാൾഡ് സാന്നർ എന്ന ചരിത്രകാരൻ 20 വർഷത്തിലേറെയായി ഹിറ്റ്ലറുടെ ജീവിതം പഠിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ രേഖകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. 1945 ഏപ്രിൽ 30 ബെർലിനിൽ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.
റഷ്യക്കാർ റൈക്ക് ചാൻസലറിയുടെ അടുത്തേക്ക് വേഗത്തിൽ വരുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. അവന്റെ സൈനികർക്ക് അവരെ മറ്റൊരു 24 മണിക്കൂർ മാത്രമേ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നുള്ളൂ. യുദ്ധം തോറ്റുവെന്ന് ഹിറ്റ്ലർക്കറിയാമായിരുന്നു. യുദ്ധം തോറ്റുകഴിഞ്ഞാൽ ജീവിതത്തിന് അവനൊരർത്ഥവുമില്ലായിരുന്നു. വിചാരണ നേരിടാൻ അവൻ ആഗ്രഹിച്ചില്ല. അപമാനിക്കപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല. ഉച്ചകഴിഞ്ഞ് ഏകാധിപതി തന്റെ അടുത്ത സഹകാരികളോട് വിട പറഞ്ഞ് ഫ്യൂറർ ബങ്കറിലെ തന്റെ ഓഫീസായ ഈ മുറിയിലേക്ക് വിരമിച്ചു. ദമ്പതികൾ ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് ആത്മഹത്യ ചെയ്തു. ഈവ വിഷം കഴിച്ചു. അതേസമയം ഹിറ്റ്ലർ വിഷത്തിന്റെ ഒരു ക്യാപ്സ്യൂൾ കടിക്കുകയും സ്വയം വെടിവയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇരട്ടി ഉറപ്പുവരുത്തി. സ്വയം കൊല്ലുമെന്ന് ഉറപ്പാക്കാൻ അവന്റെ ഡോക്ടർ അവനോട് ഇത് ചെയ്യാൻ ഉപദേശിച്ചിരുന്നു. ഏകാധിപതിയുടെ മരണം ശത്രുതയ്ക്ക് ഉടനെ തന്നെ അന്ത്യം കുറിച്ചു. യൂറോപ്പിനെയും ലോകത്തെയും അഭൂതപൂർവമായ ഒരു മഹാവിപത്തിലേക്ക് വലിച്ചിഴച്ച മനുഷ്യന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം 1945 മെയ് 8 ജർമ്മനി കീഴടങ്ങി. അതൊരു വലിയ ആശ്വാസമായിരുന്നു. നാസിസം അവനോടൊപ്പം മരിച്ചു. അത് അവനോടൊപ്പം ജനിച്ചതുപോലെ. ഹിറ്റ്ലറുടെ ആത്മഹത്യ ജർമ്മൻ തടവിൽ കഴിഞ്ഞിരുന്ന യഹൂദർക്ക് അവരുടെ പീഡനങ്ങളുടെ, കഷ്ടപ്പാടുകളുടെയും അവസാനമായിരുന്നു.